കേരളം കാത്തിരുന്ന വോട്ടെണ്ണൽ അവസാനിക്കുകയാണ്. അവസാന റൗണ്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ധർമ്മടം മണ്ഡലത്തിലടക്കം പിണറായിയുടെ ഭൂരിപക്ഷം 10,000-ൽ താഴെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്രൈം നന്ദകുമാറിൻ്റെ സാറിൻ്റെ കൂടി ഒരു വലിയ വിജയമാണ്. ഇത്രയും കാലം പിണറായിക്കെതിരെ ദുർഭരണത്തിനെതിരെ വലിയ പോരാട്ടം നയിച്ച ഒരാളാണ്. ഈ ഒരു UDFൻ്റെ ഈ ഒരു തരംഗത്തെ, ഈ ഗംഭീരമായിട്ടുള്ള LDFൻ്റെ തോൽവിയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വലിയ സന്തോഷവാനായിരിക്കും. സന്തോഷത്തിലുപരി ജനങ്ങൾ വിഡ്ഢികളാണെന്നും കോവർ കഴുതകളാണെന്നും കരുതി എന്ത് വൃത്തികേടും കാണിക്കാം എന്നുള്ള ധിക്കാരത്തിനും അഹങ്കാരത്തിനും താന്തോന്നിരത്തത്തിനുള്ള തിരിച്ചടിയാണ് ഈ ഇലക്ഷനിലെ പരാജയം. പിണറായി വിജയൻ വിചാരിച്ചത് തന്നെ എല്ലാവരും അംഗീകരിച്ചോളും, താനെന്തോ കൊമ്പത്തെ രാജാവാണ്, താൻ പറയുന്നതാണ് വേദവാക്യം, സാധാരണ CPM അണികളൊക്കെ ഞാൻ പറഞ്ഞ അതുപോലെ കേട്ട് നടന്നോളും, പബ്ലിസിറ്റി കൊടുക്കുക, എന്ത് കള്ളത്തരം ചെയ്താലും വലിയ പബ്ലിസിറ്റി കൊടുത്താൽ അതിനെ മറികടക്കാം. വ്യാപാരത്തിലൊരു രഹസ്യമുണ്ട്, വ്യാപാരത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് പരസ്യമാണ്. അതേപോലെ രാഷ്ട്രീയത്തിലെ രഹസ്യം എന്ന് പറയുന്നത് പരസ്യമാണ് എന്ന് പറഞ്ഞ് കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് വലിയ ബോർഡ് വെച്ച് LDF അല്ലാതെ മറ്റാരുണ്ട് എന്നതിൽ ഒരു ആളുടെ മാത്രം ഫോട്ടോ വെച്ച് അത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പഴയത് മറന്നോളും, അവസാനം 2 മാസത്തെ പെൻഷൻ കൊടുത്താൽ ജനങ്ങൾ വോട്ട് മറച്ചു കുത്തിക്കോളും എന്നൊക്കെയുള്ള മൗഢ്യമായ ജനങ്ങൾ ഇതുവരെ വിലയിരുത്തിയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് പിണറായി വിജയൻ കാൽക്കുലേറ്റ് ചെയ്ത് പോയപ്പോൾ ജനങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞു. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് രാജാക്കന്മാരെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഇലക്ഷൻ. ഈ ഭരണകൂടത്തിനെതിരെ ആദ്യമായി വെടിപൊട്ടിച്ചതും ശക്തമായി പോരാട്ടം നടത്തിയതും ക്രൈമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് വീണ ജോർജ് എന്ന് പറയുന്ന അധമയായ ഒരു സ്ത്രീയെ ശൈല ടീച്ചർ ഇരുന്ന സ്ഥലത്ത് കൊണ്ടിരുത്തി ആരോഗ്യവകുപ്പിനെ കുത്തഴിഞ്ഞതാക്കി നശിപ്പിക്കാൻ ഇറങ്ങിയപ്പോൾ അവർക്കെതിരെ വാർത്തകൾ ക്രൈം ചെയ്ത് അതിൻ്റെ പേരിൽ എന്നെ 7 ദിവസമാണ് ജയിലിൽ അടച്ചത്. ഒരു കള്ളക്കേസ് എടുത്ത് എന്നെ യാതൊരു ചോദ്യം ചെയ്യലോ ഒന്നുമില്ല, ഈ ജാമ്യം കിട്ടാത്ത വകുപ്പ് ചേർത്തി അർദ്ധരാത്രി കൊണ്ടുപോയി മജിസ്ട്രേറ്റിന് മുമ്പ് ഹാജരാക്കി, അതും വീഡിയോ കോൺഫറൻസിലേക്ക് കൊണ്ടുപോയി ഹാജരാക്കി എനിക്കൊരു അടുക്കന്നെ വെക്കാനോ ജാമ്യക്കാരെ കൊടുക്കാനോ പറ്റാത്ത വിധത്തിൽ എന്നെ ജയിലിലാക്കി. പിന്നീട് എൻ്റെ ഓഫീസിൽ അവരുടെ കൊട്ടേഷൻ പ്രകാരം 2-3 പേരെ കയറ്റി അവരെ ഉപയോഗിച്ചുകൊണ്ട് എനിക്കെതിരെ കള്ളപ്പരാതി കൊടുക്കുന്നു. അങ്ങനെ എന്നെ ജയിലിലടയ്ക്കുന്നു. 34 ദിവസം ജയിലിൽ കിടക്കുന്നു. അവസാനം ഹൈക്കോടതി പറഞ്ഞത് എനിക്കെതിരെ യാതൊരു തെളിവുമില്ല എന്നുള്ള, അതിൽ വീണ ജോർജിൻ്റെ കൊട്ടേഷനാണെന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവടക്കം ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. പിണറായിയുടെ പോലീസ് ആയതുകൊണ്ടാണ് ഇതുവരെ തൊടാതിരുന്നത്. അപ്പം ഇത്തരത്തിലുള്ള പിണറായി വിജയനും വീണ ജോർജും ഒക്കെ അടക്കുന്ന വലിയൊരു ഗുണ്ടാ മാഫിയയാണ് കേരളം ഭരിച്ചിരുന്നതെന്ന് അന്ന് മുതൽ വിളിച്ചു പറയുന്ന ഒരാളാണ് ഞാൻ. ഇതിന് തിരിച്ചടി കിട്ടുമെന്നും ജനങ്ങൾ തിരിച്ചടിക്കുമെന്നും CPM തന്നെ അണികൾ തന്നെ തിരിച്ചറിയുമെന്നും അന്ന് പിണറായി വിജയന് കല്ലേറ് കൊള്ളുമെന്നും അവസാനം ഗത്യന്തരമില്ലാതെ ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമെന്നും ഞാൻ പറഞ്ഞത് അക്ഷരാർത്ഥം ഇപ്പോൾ ശരിയായിരിക്കുകയാണ്. ഇത്രയും പാർട്ടി ഇല്ലാതായതിൻ്റെ പ്രധാനപ്പെട്ട ഒരേ കാരണക്കാരൻ എന്ന് പറയുന്നത് പിണറായിയാണ്. തൻ്റെ കീഴിൽ തൻ്റെ സമാനമായിട്ടുള്ള ആളുകൾ, കഴിവും വിവരവും നിസ്വാർത്ഥമായി പാർട്ടിയെ നയിക്കാൻ കഴിവുള്ള ആൾക്കാരെ മുഴുവൻ വെട്ടിമാറ്റി. പിണറായിക്ക് ആരെങ്കിലും ഭീഷണിയുണ്ടോ ആ ആളപ്പം വെട്ടിമാറ്റും. ആരെങ്കിലും അദ്ദേഹത്തിന് എതിരായി സംസാരിക്കുന്നുണ്ടോ അവരെ വെട്ടിമാറ്റും, അവരെ കള്ളക്കേസിൽ കൊടുക്കും. മരുമോന് മുഖ്യമന്ത്രിയാവാൻ തടസ്സമായി നിൽക്കുന്ന ആരൊക്കെ ഉണ്ടോ അവരെ വെട്ടിമാറ്റും. AN ഷംസീറിനെ പോലുള്ള പാരമ്പര്യമുള്ള CPMൻ്റെ നേതാക്കന്മാരെ അടക്കം വെട്ടിമാറ്റിയത് അങ്ങനെയാണ്. അപ്പോൾ ഇവർ എന്ത് തെമ്മാടിത്തരം കാണിക്കുക, കള്ള ചെയ്യുക, അതിന് തട്ടിപ്പ് നടത്തുക, അതൊക്കെ നടത്തി കഴിഞ്ഞ ശേഷം ജനങ്ങളെ മുന്നിൽ യാതൊരു എളുപ്പമില്ലാതെ വന്നിട്ട് കള്ളം പറയുക. ഇതായിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. അതിനൊക്കെ തുറന്ന് കാണിക്കലാണ് കഴിഞ്ഞ 5 വർഷം അല്ല 10 വർഷമായി നമ്മൾ നടത്തിയിട്ടുള്ളത്. 2016 മുതൽ 2021 വരെയുള്ള ഭരണത്തിൽ തന്നെ ഇത് കൃത്യമായി ക്ലിയർ ആയിരുന്നെങ്കിലും അന്ന് ദൃശ്യ മാധ്യമങ്ങൾക്കൊന്നും ജനങ്ങളിൽ എത്തിക്കാൻ പറ്റാത്ത വിധത്തിൽ കോവിഡ് കാലമായതിനാൽ ആർക്കും ജനങ്ങളെ പോയി കാണാനോ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ആ അവസ്ഥയിൽ അദ്ദേഹം കിറ്റും പെൻഷനും കൊടുത്ത് ആളെ പറ്റിച്ചിട്ടാണ് കഴിഞ്ഞ വർഷം കയറിയത്. 2016 കയറി എങ്ങനെയാണ്? ഉമ്മൻചാണ്ടി എന്ന മഹാനായ നീതിമാനായ മനുഷ്യനെ സരിതാ നായർ എന്ന് പറയുന്ന ലേഡിയെ ലൈംഗിക വൈകൃതങ്ങൾ നടത്തിയെന്നൊരു കള്ളക്കേസ് ഉണ്ടാക്കി അത് വലിയ പബ്ലിസിറ്റി കൊടുത്ത് കേരളത്തിലെ പത്രദൃശ്യ മാധ്യമങ്ങളെ അടക്കം വിലക്കെടുത്ത്, ഏഷ്യാനെറ്റിനടക്കം വിലക്കെടുത്തിട്ടാണ് അദ്ദേഹത്തിനെതിരെ വ്യാപകമായി പ്രചാരണം നടത്തുകയും ആ സാധുവായ നീതിമാനായ മനുഷ്യനെ ഇല്ലാതാക്കുകയും അങ്ങനെ കേരളത്തിലെ ഏറ്റവും വലിയ വികസന നായകനെ അട്ടിമറിക്കുകയും ആ ഭരണം ഇല്ലാതാവുകയും ചെയ്തു.
അതേ ഒരു സാഹചര്യം 2021 കിട്ടിയ എങ്ങനെയാണ്? ഇവിടെ കോവിഡ് കാലത്ത് ആർക്കും പ്രചരണം നടത്താൻ പറ്റുന്ന സമയത്ത് അദ്ദേഹം ടി വിയിൽ എല്ലാ ദിവസവും പ്രത്യക്ഷപ്പെടും. അതുവരെ ശൈല ടീച്ചർ എന്ന് പറയുന്ന കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി കേരളത്തെ ഏറ്റവും ഒറ്റക്കെട്ടായി പിടിച്ച് കൂടെ നിർത്തുകയും ആരോഗ്യമേഖല ശക്തമാക്കുകയും അങ്ങനെ കേരളത്തിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി ശൈല ടീച്ചറെ കൂടെയാണ് നിൽക്കുന്നതെന്ന് കണ്ട് അവർ പത്രദൃശ്യമാധ്യമങ്ങൾ വളർത്തുന്നത് കണ്ട് അവരെ വെട്ടിമാറ്റി ഇതിൻ്റെ നേരിട്ടുള്ള ഉത്തരവാദിത്തം എടുത്ത് ദിവസേന വൈകുന്നേരം 6 മണിക്ക് പ്രത്യക്ഷപ്പെടുകയും പട്ടിക്കും പൂച്ചയ്ക്കും കാക്കയ്ക്കും ഒക്കെ തന്നെ ഭക്ഷണം കൊടുക്കുന്നതിനടക്കം പറഞ്ഞ് അങ്ങനെ ജനങ്ങളെ പറ്റിച്ച് ആ സമയത്ത് ജോലിയില്ലാതെ ഇരുന്ന ആളുകൾ അവസാനം കിറ്റും പെൻഷനും കിട്ടിയപ്പോൾ ദൈവം കൊണ്ട് കൊടുക്കുന്നതാണെന്ന് കരുതി വോട്ട് ചെയ്തു സാധാരണക്കാർ. അങ്ങനെയാണ് ഈ മഹാദുരന്തത്തെ കേരളത്തിൽ എത്തിച്ചത്. ബഹുമാന്യനായിട്ടുള്ള പിണറായി വിജയൻ ഈ തോൽവിയെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കണം, തൻ്റെ വീഴ്ചകൾ എന്താണ് പറ്റിയതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം ധർമ്മടം മണ്ഡലത്തിൽ പോലും കഴിഞ്ഞ തവണ 2ാമത്തെ സ്ഥാനത്തായിരുന്നു, 50,000-ൽ കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അത് 10,000-ൽ താഴെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ EP ജയരാജൻ്റെ പെങ്ങളുടെ മകൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതിയിരിക്കുകയാണ്. EP ബിജോയ് കുമാർ കണ്ണൂർ, എല്ലാം നല്ലതിന്, ഞാനും എൻ്റെ ഭാര്യയും തട്ടാനും മാത്രം മതി എന്ന് ചിന്തിച്ചപ്പോൾ ജനങ്ങൾ വേറെ തലവിധി കുറിച്ചു എന്നാണ് അദ്ദേഹം കുറിച്ച് എഴുതി. അതൊരു പ്രയോഗമാണ്. അത് പല ഇത്തരത്തിലുള്ള ഫാസിസ്റ്റുകളായ ഏകാധിപതികളായ ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ട് എഴുതുന്ന ഒരു വരിയാണത്, ചൊല്ലാണത്. ആ ചൊല്ല് 100% അന്വർത്ഥമാക്കുന്ന നടപടികളാണ് പിണറായി വിജയൻ ചെയ്തത്. പിണറായി എന്താണ് കാട്ടിക്കൊട്ടിയത്? ക്ലിഫ് ഹൗസിൽ ജീവിക്കാൻ എന്താണ് ചെയ്തത്? സ്വിമ്മിംഗ് പൂൾ 25 ലക്ഷം, പശുത്തൊഴുത്ത് 50 ലക്ഷം, 25 ലക്ഷം എന്തിനാണ്? ലിഫ്റ്റ് വെക്കാൻ. അങ്ങനെ ദൂർത്തായിട്ട് മാത്രം ജീവിച്ച ഒരു മനുഷ്യൻ. അദ്ദേഹത്തെ ആർക്കും കാണാൻ പറ്റില്ല, നേരിട്ട് പ്രശ്നം പറയാൻ പറ്റില്ല. അദ്ദേഹം 40 വണ്ടി കാറിൻ്റെ സഹായത്തോടെ യാത്ര ചെയ്യും. എന്നിട്ട് യാത്ര ചെയ്യുമ്പോൾ അവിടെയുള്ളൊക്കെ ബ്ലോക്കും, ജനങ്ങളെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തും. മോനെ മുഖ്യമന്ത്രിയാക്കാൻ ബാക്കി എല്ലാവരും വെട്ടിമാറ്റി. അങ്ങനെ ഞാനും ഭാര്യയും തട്ടാനും മാത്രം മതി എന്ന് പറയുന്ന സമീപനമായിരുന്നു പിണറായി വിജയൻ ഉണ്ടായിരുന്നത്. എന്നിട്ട് എന്താ ചെയ്തത്? ഇവിടുന്ന് കോടിക്കണക്കിന് രൂപ, അതായത് എൻ്റെ കയ്യിൽ മാത്രം 10,000 കോടി രൂപയുടെ പിണറായി വിജയൻ്റെ അനധികൃത സ്വത്തിൻ്റെ രേഖകളുണ്ടായിരുന്നു. എൻ്റെ കൈ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ തന്നെയാണ് വീണ ജോർജിനെ ഉപയോഗിച്ച് ഒരു സ്ത്രീ എന്ന ഒരാളെ വെച്ച് മുന്നിൽ നിർത്തി IT ആക്ട് 67 പ്രകാരമുള്ള കള്ളക്കേസ് എടുത്ത് എന്നെ അറസ്റ്റ് ചെയ്ത് അതേസമയം ഓഫീസും വീടും റെയ്ഡ് ചെയ്ത് CCTV ക്യാമറ അടക്കം ഊരിയെടുത്ത് ആ രേഖകളെല്ലാം കടത്തിക്കൊണ്ടുപോയി. 10,000 കോടി രൂപയുടെ രേഖ ഞാൻ ആർക്കാ കൊടുത്തത്? ഈ എൻഫോഴ്സ്മെൻറ്റ് കൊടുത്തതാണ്. അത് പിണറായി വിജയന് ഡൽഹിയിലുള്ള സ്വാധീനം, BJPയുടെ സ്വാധീനത്തോടുകൂടി അത് ഒന്നും സംഭവിച്ചില്ല. ലാവ്ലിൻ കേസിൽ എൻഫോഴ്സ്മെൻറ്റ് അന്ന് മുതൽക്ക് നടപടി എടുക്കണേ ഒന്നും ചെയ്തില്ല. അപ്പോൾ ഇതൊക്കെ പിണറായി വിജയൻ ഇങ്ങനെ ഒരു കാട്ടുകള്ളൻ ഇവിടെ നിന്നിട്ട് എന്താ ചെയ്യുന്നത്? ഇവിടെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ തനിക്കെതിരെ യാതൊരു നടപടി ഇല്ലാതിരിക്കാൻ വേണ്ടി ഡൽഹിയിൽ BJPയുമായിട്ടുള്ള ധാരണയാണ്. BJP ഇത്രയും നശിച്ചു പോകാൻ കാരണം, ഇവിടെ വളരാത്തതിന് കാരണം പിണറായി വിജയനെ സംരക്ഷിച്ചുകൊണ്ട്. പിണറായി വിജയൻ്റെ പേരിൽ എന്തെല്ലാം കേസുകളുണ്ട്. ലാവ്ലിൻ കേസ് 8.5 വർഷമായി സുപ്രീം കോടതി കിടക്കുന്നില്ലേ? അതിൽ കൃത്യമായി കള്ളത്തരം കാണിച്ചില്ലേ? തലശ്ശേരിയിലും കണ്ണൂരിലും മലബാർ മേഖലയിലുള്ള പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് വേണ്ട 98.3 കോടി രൂപയിൽ 75 കോടി രൂപയല്ലേ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിൽ കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിക്ക് പോയത്? പിന്നെ അതേപോലെ തന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് 33 തവണ സ്വർണം നയതന്ത്ര ബാഗേജിലൂടെ കടത്തിയെന്ന്, ബിരിയാണി ചെമ്പിലൂടെ കടത്തിയെന്ന് പറഞ്ഞത് കൃത്യം മൊഴി കൊടുത്ത ആരാ? പിണറായി വിജയൻ തന്നെ കൊണ്ടുവന്ന് ഇത്തരം കാര്യങ്ങൾക്ക് ഭാഷ കൈകാര്യം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന സ്വപ്ന സുരേഷാണ്. അവസാനം സ്വപ്ന സുരേഷിനെ ജയിലിലാക്കി. അവർ പിടിക്കപ്പെട്ടപ്പോൾ സ്വപ്ന സുരേഷ് കുടുങ്ങി, ശിവശങ്കറും കുടുങ്ങി. ലൈഫ് മിഷൻ തട്ടിപ്പ് എന്താണ്ടായി? പാവപ്പെട്ട ജനങ്ങൾക്ക്, വടക്കാഞ്ചേരിയിലെ പ്രളയത്തിൽപ്പെട്ട ആളുകൾക്ക് റെഡ് ക്രസൻറ്റ് എന്ന് പറയുന്ന സന്നദ്ധ സംഘടന, UAE സംഘടന കൊടുത്ത പണം നേരിട്ട് ലൈഫ് മിഷനിലേക്ക് വരേണ്ടതിന് പകരം എങ്ങോട്ടാ പോയി? യൂണിടെക്കിലേക്കാണ് പോയി. ആ പണം തട്ടിയെടുത്ത് ഓരി വെച്ചിട്ട് 2 പേർ അറസ്റ്റായി. പിണറായി വിജയനെ തൊട്ട് നോക്കിയില്ല. അതേപോലെയാണ് കരിമണൽ കർത്തയുമായിട്ടുള്ള ബന്ധത്തിൽ മോളെ കൃത്യമായി പ്രതിയാക്കേണ്ട രേഖയുണ്ടായിട്ട് കോടതി വിധി ഉണ്ടായിട്ടും തൊട്ടിട്ടുണ്ടോ? ഇപ്പം കേന്ദ്രം ഇദ്ദേഹത്തെ വളർത്തി കൊണ്ടുവന്നു. അവസാനം എന്തായി? അവരെ ധാരണ എന്താ? കോൺഗ്രസ് മുക്ത ഭാരതം എന്നായിരുന്നു. അവസാനം CPM മുക്ത കേരളമായി തീർന്നു. CPM തകർന്നു. BJPയും വളർന്നില്ല. BJPക്ക് ആപ്പാട് ഇപ്പോൾ 2 സീറ്റാണ് ഉള്ളത്. ഇത്രയും കാലം ബംഗാൾ അടക്കം അവർ പിടിച്ചിരുന്നു. കേരളവും ബംഗാളും ഒരേപോലെയാണ്, ഒരേ സമാന ചിന്താഗതിയുള്ളതാണ്. അവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കുത്തക അവസാനിപ്പിച്ചിട്ടാണ് TMC വന്നത്. TMCക്ക് ഏറ്റുമുട്ടി അവർ 193 സീറ്റോടെ മുന്നിൽ നിൽക്കുകയാണ്. എന്തുകൊണ്ട് കേരളത്തിൽ വളർന്നില്ല? ഇവിടുത്തെ BJP നേതാക്കന്മാർ പിണറായി വിജയൻ്റെ ആസനം താങ്ങികളാണ്.
അതിൻ്റെ ഒരു ഓഹരി ഒരു കിട്ടിയാൽ മതി. മുരളീധരനായാലും കെ സുരേന്ദ്രനായാലും അങ്ങനെയുള്ള നേതാക്കന്മാർക്കൊക്കെ അത് മതി. നരേന്ദ്രമോദിയും അതേപോലെ അമിത്ഷായും ഇവിടെ വന്നിട്ട് ഇങ്ങനെ പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രി ഓഫീസാണ് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയെന്ന് പറഞ്ഞിട്ട് എല്ലാം പറഞ്ഞിട്ട് എന്താ തൊടാത്തത്? അപ്പോൾ അതിൻ്റെ അർത്ഥം BJPയും ഇതിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരാണ്. അതുകൊണ്ടാണ് BJP ഇവിടെ പ്രതിപക്ഷമാവാതെ പോവുകയും കോൺഗ്രസ് ശക്തമായി തിരിച്ചു വരികയും അതും PD സതീശൻ്റെ നേതൃത്വത്തിൽ ശക്തമായ രൂപത്തിൽ ഇവിടെ ഒറ്റക്കെട്ടായി നിന്ന് UDFനെ ഡെവലപ്പ് ചെയ്യുകയും അവർ വീണ്ടും അധികാരത്തിൽ വരാൻ കാരണം. ജനങ്ങൾ കണ്ടത് UDFനെ മാത്രമാണ്. BJP അണികൾ പോലും UDFന് വോട്ട് ചെയ്തു, CPM അണികൾ പോലും UDFന് വോട്ട് ചെയ്തു. അങ്ങനെ കേരളത്തെ രണ്ടാമത് ഈ നാരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ജനങ്ങൾ എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചത് കൊണ്ടാണ് ഈ ദുരന്തത്തെ ഇപ്പോൾ മാറ്റി നിർത്താൻ കഴിഞ്ഞത്. ഇനി എന്ത് ചെയ്യും പിണറായി വിജയൻ എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. വെറും 9,000 8,000 ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവസാന റൗണ്ട് എണ്ണുമ്പോൾ 2 പഞ്ചായത്ത് UDFന് അനുകൂലമായ പഞ്ചായത്താണ്. അവിടെ ഒരു 3,000 4,000 5,000 കിടക്കട 10,000 കിടന്നോട്ടെ. 50,000 വോട്ട് കഴിഞ്ഞ വർഷം ജയിച്ച സ്ഥലത്ത് ഇത്രയധികം വലിയ അവിടെ മലമറയ്ക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ പിണറായി വിജയന് 40,000 വോട്ട് പോയി. അവിടെ ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്ന ദിവസമാണ്. മധുരമായ പ്രതികാരം ആത്മാവ്, അതായത് TP ചന്ദ്രശേഖരനെ ആത്മാവ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് വിശ്വസിക്കാം. അത്രയും ക്രൂരതയാണ് അദ്ദേഹം കുലംകുത്തി എന്നുള്ളൊരു അദ്ദേഹം ചെയ്തത്. അദ്ദേഹം എന്താണോ പറഞ്ഞത് അതല്ലേ പിണറായി വിജയനായി തീർന്നത്. മുതലാളിത്ത പാതയിലേക്കാണ് പിണറായി വിജയൻ പോകുന്നത്. ആശയം വിട്ടുമാറിയിരിക്കുന്നു. മാർക്സിസം ലെനിസം വിട്ടിരിക്കുന്നു. തൊഴിലാളി വർഗ പാർട്ടിയുടെ ആളല്ല, കുത്തക മുതലാളി പാർട്ടിയുടെ ലൈനിലേക്കാണ് അദ്ദേഹം പോകുന്നത്. അന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. അതിനല്ലേ അദ്ദേഹത്തിനെ വെട്ടിമാറ്റിയത്, അദ്ദേഹത്തിനെ കൊന്നത്. എന്നാൽ ഇപ്പോഴെന്താണ് അദ്ദേഹം പറഞ്ഞത് 100% ശരിയാണെന്ന് കാലം തെളിയിച്ചില്ലേ? ലോകത്തിന് മുന്നിൽ എല്ലാവർക്കും അറിയാലോ പിണറായി വിജയന് കോടിക്കണക്കിന് രൂപ വിദേശത്തുണ്ടെന്നും കുത്തക മുതലാളിമാരായിട്ടാണ് അദ്ദേഹത്തിനുമെന്നും പാവപ്പെട്ട ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധവും അദ്ദേഹത്തിന് ഇല്ലയെന്ന് തെളിഞ്ഞില്ലേ കാലം? അവസാനം എന്തായി? ജനങ്ങൾ തന്നെ വലിയ തിരിച്ചടി കൊടുത്തില്ലേ? എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷം എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, നമ്മളെ ഇലക്ഷനിൽ പറഞ്ഞ പ്രവചനം എത്രമാത്രം കൃത്യമായിട്ട് വന്നു. ഏതെങ്കിലും ഒരു ചാനലോ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയോ ഇത്രയും കൃത്യമായി വിശകലനം ചെയ്ത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമുക്ക് അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ തന്നെ ചെയ്യാം. അപ്പോൾ ഇതാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ദുരന്തം. VD സതീശനോട് നമുക്ക് എന്തായാലും ഈ കാര്യത്തിൽ നമുക്ക് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം എന്താണോ പറഞ്ഞത് ആദ്യം മുതൽ അവസാനം വരെ അദ്ദേഹം പറഞ്ഞ എല്ലാ ഇലക്ഷനും പറഞ്ഞുള്ള കാര്യങ്ങൾ സത്യമായിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഇതൊരു VD മാജിക്. തൃക്കാക്കര ഇലക്ഷനിൽ അദ്ദേഹം എന്നോട് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പറഞ്ഞ 25,000 വോട്ട് നയിക്കുന്നത്, അതേപോലെ 25,000 വോട്ട് നയിച്ചു. പുതുപ്പള്ളി ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ഞാൻ ഇൻ്റർവ്യൂ എടുത്തിരുന്നു. അദ്ദേഹം പറഞ്ഞു 30,000 40,000 വോട്ടിന് ഇടയിലിരിക്കും. 37,800 വോട്ടിന് നയിച്ചു. പാലക്കാട് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അവിടെ ഏറ്റവും മിനിമം 15-നും 20-നും ഇടയ്ക്ക് വോട്ട് നയിച്ചു. 18,890 വോട്ടിനോട് ജയിച്ചു. എന്തിന്? നിലമ്പൂരിൽ ഇലക്ഷനിൽ കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഏറ്റവും ചുരുങ്ങിയത് 10,000-നും 15,000-നും ഇടയ്ക്ക് വോട്ട് നയിക്കും, അവിടെ ഞങ്ങൾ ജയിച്ചിരിക്കും എന്നാണ്. അവിടെ 15 ജയിച്ചു. ഇപ്പം 54,000 വോട്ടിനാണ് ആര്യാടൻ ഷൗക്കത്ത്. മലപ്പുറത്ത് ഏറ്റവും വലിയ ഭൂരിപക്ഷം ആര്യാടൻ ഷൗക്കത്തിനാണ് മലപ്പുറത്ത്. ഇപ്പം കോഴിക്കോട് നമ്മുടെ റിയാസിൻ്റെ സ്ഥിതി അവസാന ഘട്ടത്തിൽ എന്താണെന്നുള്ളത് ഇപ്പം അറിയാൻ കാത്തിരിക്കുകയാണ്. എന്തായാലും കേരളത്തിലെ ജനത വിഡ്ഢികളല്ല, കോവർക്കഴുതകളല്ല, പ്രബുദ്ധരാണ്. രാജാക്കന്മാരാരാന്ന് വെച്ചാൽ ജനങ്ങളാണ് എന്ന് ഈ ഇലക്ഷൻ തെളിയിച്ചിരിക്കുകയാണ്.